എത്രയും വേഗം നിന്റെ വീട്ടിൽ സംസാരിക്കണം, എന്നിട്ട് നമ്മുടെ കല്യാണം നടത്തണം. ഇപ്പൊ തന്നെ നടത്തേണ്ടി വരും. ആണ്ട് അച്ഛൻ വരുന്നുണ്ട്. ഇതായിരുന്നല്ലേ നിന്റെ മനസ്സിലിരിപ്പ്? എന്റെ മകളെ കെട്ടാൻ നിന്റെ ഉദ്ദേശം നടക്കത്തില്ല. അച്ഛൻ എനിക്ക് ഇവനെ ഇഷ്ടം. എന്തായാലും ഞാൻ ഇവനെ കെട്ടും. ഡാഡി ഞങ്ങളെ അനുഗ്രഹിക്കണം. ഡാഡിയോ? ഏത് മകനാണ് ഞാൻ ഡാഡി ആയത്? എന്റെ കൊക്കിന് ജീവനുണ്ടെങ്കിൽ ഞാൻ നടത്തത്തില്ല. ഞങ്ങൾ ഒളിച്ചോടും. അച്ഛൻ ഞാൻ അച്ഛന്റെ ഒറ്റ മോളല്ലേ. അച്ഛൻ ഇതങ്ങ് സമ്മതിച്ചേ. എന്റെ ഗതികേട് കൊണ്ടാ നിങ്ങളുടെ കല്യാണം ഞാൻ നടത്തി തരാം. നാട്ടുകാരെ കൊണ്ട് പറയിക്കാതെ വീട്ടിൽ പോടി. ഓ പോയോ? ഡാഡിക്ക് എത്ര ഏക്കർ സ്ഥലമൊക്കെ ഉണ്ട്? ചേട്ടാ ഇത് എന്റെ ഐഡിയ പോയി. നീ എനിക്കിട്ട് തന്നെ വെക്കും ഞാൻ വിചാരിച്ചില്ല. ഫ്ലാഷ് ബാക്ക്. അതുപോലെ ബസ് കാത്തിരിക്കും. അതെ ചേട്ടാ, എനിക്ക് ഷുഗറും പ്രഷറും ഒക്കെ ഉള്ളതുകൊണ്ട് ഓടാൻ തുടങ്ങിയതാ. ജനിച്ചപ്പോ തന്നെ പൈസ ആയിട്ട് വന്നവർക്ക് അതൊക്കെ പറയാം. നമുക്ക് പൈസയും ഇല്ല, അതുകൊണ്ട് ആരോഗ്യ പ്രശ്നങ്ങളും ഇല്ല. അതിനെനിക്ക് പാരമ്പര്യമായിട്ട് സ്വത്തുണ്ടായതൊന്നുമല്ല, ഞാൻ കഷ്ടപ്പെട്ട് വളച്ചുണ്ടാക്കിയതാ. അതെങ്ങനെയാ ചേട്ടാ? നല്ല കാശുള്ള വീട്ടിലെ ഒരേ ഒരു മോള്, അവളെ ഞാൻ അങ്ങോട്ട് വളച്ചു. ആദ്യം വീട്ടിൽ സമ്മതിക്കത്തൊന്നുമില്ലായിരുന്നു, പിന്നെ അവളെ കൊണ്ട് ഞാൻ പറിച്ചങ്ങ് സമ്മതിപ്പിച്ചു. അപ്പൊ ആ സ്വത്തെല്ലാം ചേട്ടന് വന്നല്ലേ? ചേട്ടന് ഇവിടെ എവിടെയാ? എന്റെ വീട് ഇവിടുന്ന് 2 കിലോമീറ്റർ മാറി കഴിഞ്ഞാൽ അവിടെ ഒരു ബസ് സ്റ്റോപ്പ് കാണും. അതിന്റെ അടുത്തുനിന്ന് രണ്ടാമത്തെ ബംഗ്ലാവ്. ചേട്ടന് വീട്ടിലിറക്കിയുണ്ട്? വീട്ടിൽ ഞാനും ഭാര്യയും ഞങ്ങളുടെ ഒരേ ഒരു മോളും. സന്തുഷ്ട കുടുംബം. അതിപ്പോ പറഞ്ഞപ്പോ ആലോചിക്കണമായിരുന്നു. ഇനിയിപ്പോ കല്യാണത്തിന് ഡേറ്റ് പറഞ്ഞാൽ മതി. കല്യാണത്തിനാണ്. ബൈ ബൈ ഡാഡി.